കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ ചർച്ചയായ ഒരു വാർത്തയിലേക്കാണ്. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഫോൺ വഴിയുള്ള സൗജന്യ ഇന്റർനെറ്റ് സേവനം നിർത്തലാക്കിയെന്ന വാർത്ത വലിയ പ്രതിഷേധത്തിനും ആശങ്കയ്ക്കുമാണ് വഴിവെച്ചത്. എന്നാൽ ഈ വിഷയത്തിൽ കടുത്ത പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് തീരുമാനം തിരുത്താൻ ഒരുങ്ങുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. സ്കൂളുകൾക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഈ വലിയ സാമ്പത്തിക ബാധ്യത ഒഴിവാക്കാൻ സർക്കാർ തലത്തിൽ എന്ത് ബദൽ മാർഗമാണ് ആലോചിക്കുന്നത്? എന്താണ് യഥാർത്ഥത്തിൽ ഫോൺ പദ്ധതിയിലും സ്കൂളുകളിലെ ഇന്റർനെറ്റ് ലഭ്യതയിലും സംഭവിച്ചത്? ഈ വിഷയത്തിന്റെ സമഗ്രമായ ഒരു വിശകലനമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. രാജ്യത്ത് ആദ്യമായി ഇന്റർനെറ്റ് ഒരു അടിസ്ഥാന അവകാശമായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കും എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും കുറഞ്ഞ ചെലവിലും ഗുണമേന്മയുള്ളതുമായ ഇന്റർനെറ്റ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് LDF സർക്കാർ ഫോൺ, അതായത് കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് പദ്ധതിക്ക് രൂപം നൽകിയത്. 2018 മുതലാണ് ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ സജീവമായത്. IT വകുപ്പിന് കീഴിൽ KSEBയും KSITIL ചേർന്ന് സംയുക്തമായാണ് ഈ വിപ്ലവകരമായ പദ്ധതി നടപ്പിലാക്കിയത്. സർക്കാർ ഓഫീസുകൾ, ആശുപത്രികൾ, IT പാർക്കുകൾ എന്നിവയോടൊപ്പം തന്നെ സംസ്ഥാനത്തെ 5000-ലധികം വരുന്ന സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലേക്കും ഫോൺ വഴി അതിവേഗ ഇന്റർനെറ്റ് കണക്ഷൻ എത്തിച്ചിരുന്നു. ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി ക്ലാസ് റൂമുകൾ സ്മാർട്ടായപ്പോൾ സ്കൂളുകളുടെ പ്രധാന ആശ്രയമായി ഈ സൗജന്യ ഇന്റർനെറ്റ് സേവനം മാറി. ഓൺലൈൻ ക്ലാസുകൾ, ഡിജിറ്റൽ പാഠ്യപദ്ധതികൾ, ഓഫീസ് കാര്യങ്ങൾ, പരീക്ഷ നടത്തിപ്പ് തുടങ്ങി സർവ്വകാര്യങ്ങൾക്കും സ്കൂളുകൾ ഫോണിനെയാണ് ആശ്രയിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ഔദ്യോഗിക വിവരങ്ങൾ സ്കൂൾ അധികൃതരെയും അധ്യാപകരെയും ഒരുപോലെ ഞെട്ടിക്കുന്നതായിരുന്നു. ഇനി മുതൽ ഫോൺ വഴിയുള്ള ഇന്റർനെറ്റ് സേവനത്തിന് സ്കൂളുകൾ സ്വന്തം നിലയ്ക്ക് പണമടയ്ക്കണം എന്നായിരുന്നു പുതിയ അറിയിപ്പ്. ബില്ലടയ്ക്കുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രം ഇന്റർനെറ്റ് സേവനം നൽകിയാൽ മതിയെന്ന നിലപാടിലേക്ക് ഫോൺ അധികൃതർ എത്തുകയായിരുന്നു. ഇത് സംബന്ധിച്ച് ഫോൺ നൽകിയ ഇമെയിൽ സന്ദേശം വിദ്യാഭ്യാസ വകുപ്പിന് ലഭിക്കുകയും അതോടൊപ്പം സ്കൂളുകൾക്ക് പുതിയ നിർദ്ദേശം കൈമാറുകയും ചെയ്തു. സംസ്ഥാനത്തെ 6000-ഓളം വരുന്ന സ്കൂളുകളിൽ ഇനി സൗജന്യ സേവനം ലഭിക്കില്ലെന്നും ഒരു ഓഫീസിനും ഇനി സൗജന്യമായി ഇന്റർനെറ്റ് നൽകാൻ കഴിയില്ലെന്നുമാണ് ഫോണിന്റെ ഭാഗത്തു നിന്നും വ്യക്തമാക്കിയത്. ഫോൺ സേവനം തുടർന്ന് ആവശ്യമുണ്ടെങ്കിൽ സ്കൂളുകൾ അതത് അധികാരികളെ അറിയിക്കണമെന്നും ബില്ലടയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും നിർദ്ദേശങ്ങൾ നൽകപ്പെട്ടു. ഈ ഉത്തരവ് പുറത്തു വന്നതോടെ സ്കൂളുകൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി. സർക്കാർ നൽകുന്ന ഫണ്ടുകളെ മാത്രം ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന സാധാരണ സ്കൂളുകൾക്ക് വലിയ തുക മാസം തോറും ഇന്റർനെറ്റ് ബില്ലായി അടയ്ക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. പല PTA കമ്മിറ്റികളുടെയും ചെറിയ സംഭാവനകളും പ്രാദേശിക സഹായങ്ങളും കൊണ്ടാണ് പല സ്കൂളുകളും മുന്നോട്ടു പോകുന്നത്. ഈ സാഹചര്യത്തിൽ ഫോൺ ബില്ല് കൂടി അടയ്ക്കേണ്ടി വന്നാൽ അത് സ്കൂളുകളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന് അധ്യാപക സംഘടനകളും PTA ഭാരവാഹികളും ഒരുപോലെ ചൂണ്ടിക്കാണിച്ചു. വിദ്യാഭ്യാസ രംഗത്തെ ഡിജിറ്റൽ വൽക്കരണത്തെ മുൻപോട്ട് നയിക്കാൻ സർക്കാർ സൗജന്യമായി നൽകിയ ഒരു സേവനം പെട്ടെന്ന് പണം കൊടുത്തു വാങ്ങേണ്ടി വരുന്നത് വലിയ പ്രതിഷേധത്തിനിടയാക്കി. സൗജന്യ ഇന്റർനെറ്റ് എന്ന വാഗ്ദാനത്തിൽ നിന്ന് ഫോൺ പിന്മാറുന്നുവോ എന്ന ചോദ്യവും ഇതോടൊപ്പം ഉയർന്നു വന്നു. സ്കൂളുകൾക്ക് ഇത് വലിയൊരു സാമ്പത്തിക ഭാരമായി മാറുമെന്ന പരാതികൾ ശക്തമായതോടെയാണ് വിഷയം സർക്കാരിന്റെ ഉയർന്ന തലത്തിലേക്ക് എത്തിയത്. സ്കൂളുകളിൽ നിന്നും വ്യാപകമായി പരാതികൾ ഉയർന്ന പശ്ചാത്തലത്തിൽ വിഷയം അതീവ ഗൗരവത്തോടെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. സൗജന്യ ഇന്റർനെറ്റ് സേവനം നിർത്തലാക്കിയ നടപടി തിരുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ സജീവമായി ഇടപെട്ടിരിക്കുകയാണ്. സ്കൂളുകളിൽ ഈ സൗജന്യ സേവനം തുടരുന്നതിന് ആവശ്യമായ ബദൽ മാർഗങ്ങൾ കണ്ടെത്താനാണ് ഇപ്പോൾ വകുപ്പ് നീക്കം നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തും. സ്കൂളുകളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം തകരാതിരിക്കാൻ ഫോൺ സൗജന്യ സേവനം തുടരാനുള്ള പ്രത്യേക അനുയോജ്യമായ ഉത്തരവുകൾ നേടിയെടുക്കാനുമാണ് ഈ കൂടിക്കാഴ്ചയിലൂടെ ലക്ഷ്യമിടുന്നത്. ഫോൺ പദ്ധതിയുടെ തുടക്കത്തിലെ പ്രഖ്യാപനങ്ങളും സ്കൂളുകളുടെ പ്രത്യേക സാഹചര്യവും മുൻനിർത്തി ഒരു പരിഹാരം കാണുമെന്നാണ് നിലവിലെ കാര്യങ്ങൾ സൂചന നൽകുന്നത്. കേരളം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയായ സംസ്ഥാനമാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കേരളത്തെ ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഹൈടെക് ക്ലാസ് റൂമുകളുടെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നത്. ഈ ക്ലാസ് റൂമുകളുടെ ജീവനാഡിയാണ് അതിവേഗ ഇന്റർനെറ്റ് കണക്ഷൻ. അങ്ങനെയുള്ളപ്പോൾ സ്കൂളുകളിൽ ഇന്റർനെറ്റ് ബില്ലിന്റെ പേരിൽ സേവനം നിലയ്ക്കുന്നത് കുട്ടികളുടെ പഠന നിലവാരത്തെ ഗുരുതരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. സർക്കാർ ഓഫീസുകൾക്കും മറ്റ് വാണിജ്യ സ്ഥാപനങ്ങൾക്കും ബാധകമായ മാനദണ്ഡങ്ങൾ അതേപടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ലെന്ന ശക്തമായ നിലപാടിലാണ് വിദ്യാഭ്യാസ വകുപ്പുള്ളത്. വിദ്യാലയങ്ങളെ ഈ സാമ്പത്തിക ഭാരത്തിൽ നിന്ന് ഒഴിവാക്കാൻ സർക്കാർ തലത്തിൽ സബ്സിഡിയോ പ്രത്യേക ഗ്രാന്റോ അല്ലെങ്കിൽ മുൻപത്തെ പോലെ സൗജന്യ സേവനമോ തുടരാനുള്ള നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫോൺ പദ്ധതി കേരളത്തിന്റെ അഭിമാന പദ്ധതിയാണെന്നതിൽ തർക്കമില്ല. എന്നാൽ അതിന്റെ ഗുണഫലങ്ങൾ സാധാരണ ജനങ്ങളിലേക്കും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിലേക്കും തടസ്സമില്ലാതെ എത്തേണ്ടതുണ്ട്. സ്കൂളുകൾക്ക് മേൽ വന്ന ഈ പ്രതിസന്ധി പരിഹരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും നടത്തുന്ന പുതിയ നീക്കങ്ങൾ എത്രയും പെട്ടെന്ന് ഫലം കാണുമോ എന്നാണ് വിദ്യാർത്ഥി സമൂഹവും അധ്യാപകരും ഉറ്റുനോക്കുന്നത്. മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും തമ്മിലുള്ള നിർണായക ചർച്ചയ്ക്ക് ശേഷം ഈ വിഷയത്തിൽ അന്തിമമായ അനുകൂല തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സമൂഹമാക്കി മാറ്റുന്നതിൽ കെ ഫോൺ ഒരു നിർണായക അടിസ്ഥാന സൗകര്യമാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഓൺലൈൻ പഠന രീതികൾക്കും സ്മാർട്ട് ക്ലാസ് റൂമുകൾക്കും, ആരോഗ്യരംഗത്ത് ടെലിമെഡിസിൻ സേവനങ്ങൾക്കും, വ്യവസായ രംഗത്ത് IT സ്റ്റാർട്ടപ്പുകൾക്കും കെ ഫോൺ നൽകുന്ന പിന്തുണ വളരെ വലുതാണ്. കേരളത്തിന്റെ ഡിജിറ്റൽ ഭാവിക്ക് അടിത്തറയിടുന്നതിൽ ഈ പദ്ധതി ചരിത്രപരമായ പങ്കാണ് വഹിക്കുന്നത്.